ജെറുമോൻ ഹായ് പറയൂ. ഹായ്. ഏതൊരു സഞ്ചാരിയുടെയും പ്രിയപ്പെട്ട ഹിൽ സ്റ്റേഷനായ വാഗമണിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപരിചിതർക്കും സുപരിചിതമായ ഒരു ടൗൺ പെരുമ്പാവൂർ. അതെ, പെരുമ്പാവൂർ വഴിയാണ് നമ്മളിന്ന് പോകുന്നത്. ഒട്ടും പ്ലാൻ ചെയ്യാതെ വളരെ പെട്ടെന്നെടുത്തൊരു തീരുമാനത്തിൽ ഇറങ്ങിയതാണ്. രാവിലെ മഴയൊന്നുമില്ല, നല്ല ക്ലിയർ സ്കൈ ആണ്. റോഡിലാണെങ്കിലും തിരക്ക് തീരെയില്ല. പെരുമ്പാവൂരിന്റെ പൊന്നാമനകൾ റോഡ് സൈഡിൽ അതിമനോഹരമായിരിക്കും. ചായ കുടിക്കാൻ വേണ്ടിട്ട് കയറിയതാണ്. നമ്മളങ്ങനെ മൂവാറ്റുപുഴ ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മഴയാണ് പുറത്ത്. നമ്മൾ പോകുന്ന വഴിക്കാണ് മലങ്കര ഡാം ഉള്ളത്. അപ്പോൾ അതുകൂടി കണ്ടു കളയാം എന്ന് വിചാരിച്ചു. നല്ല ശാന്തമായ അന്തരീക്ഷം. ഇവിടെ എൻട്രി ഫീസ് മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 5 രൂപയുമാണ്. പാർക്കിങ്ങിനും ചെറിയൊരു തുകയുണ്ട്. 1994 കമ്മീഷൻ ചെയ്ത ഈ ഡാം തൊടുപുഴയുടെ കാർഷിക മേഖലയ്ക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഈ ഡാം പ്രധാനമായും ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി പുറത്തുവിടുന്ന വെള്ളം സംഭരിച്ചു നിർത്താനും ജലസേചനത്തിനുമാണ് ഉപയോഗിക്കുന്നത്. കേരളത്തിലെ ഇടുക്കി, കോട്ടയം ജില്ലകളുടെ അതിർത്തിയിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് വാഗമൺ. ഈരാറ്റുപേട്ടയിൽ നിന്നും ഏകദേശം 25 കിലോമീറ്ററും കോട്ടയത്ത് നിന്ന് ഏകദേശം 65 കിലോമീറ്ററും സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാം. മറ്റനേകം ഇടവഴികളുമുണ്ട് വാഗമണിലേക്ക് എത്തിച്ചേരാൻ. അധികം റഷില്ല, മറ്റു വണ്ടികളില്ല. നമുക്ക് സമാധാനത്തിൽ നൈസായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാം. ഇങ്ങോട്ട് നോക്കി നാച്ചുറൽ ബ്യൂട്ടി. ഇതൊക്കെ നമ്മളങ്ങനെ മൂലമറ്റം ബസ് സ്റ്റാൻഡ് എത്തി. ബസ് സ്റ്റാൻഡ് സൈഡിൽ കൂടെയുള്ള വഴിയിലൂടെയാണ് നമ്മൾ വാഗമണിലേക്ക് പോകേണ്ടത്. മൂലമറ്റം ടൗൺ കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞ് പിന്നെ റൈറ്റിലോട്ടൊരു വഴി കാണാം. അതിലെ നമുക്ക് വാഗമണിലോട്ട് പോകാം. പക്ഷെ ഇപ്പം അതിലെ കടത്തി വിടുന്നില്ല, വഴി ബ്ലോക്കാണ്. ആക്ച്വലി നമ്മൾ പോകുന്നതിന്റെ ഉദ്ദേശം പറഞ്ഞില്ല. നമുക്ക് അവിടെ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകാം. മറ്റൊരു മനോഹരമായ റൂട്ട് പുള്ളിക്കാനം വഴിയാണ്. ചവിട്ട ആ കാറിന്റെ പുറകെ കൊണ്ട് നമ്മളങ്ങനെ കുന്നുകയറി മുകളിലെത്തി വാഗമണിലോട്ട് എൻട്രി ചെയ്തിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ്. ഗൈസ്, എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെയുണ്ട്? നല്ല കോട. സമയം ഇപ്പൊ എങ്ങനെ കാണിക്കുക? സമയം മറ്റേ ഫോണിൽ കാണിക്കുക. നീ എന്താ ഇങ്ങോട്ടാ പോകുന്നത്? ചെറു സമയം 2:36 ഉച്ചക്ക് അടിപൊളിയായിട്ട്. ഫുള്ള് കോടയാണ്, ഫുള്ള് കോട. അടിപൊളിയാണ് ഗൈസ്. കാണിച്ചല്ലേ നിങ്ങക്ക്. പാറപ്പുറത്ത് ഈ വ്യൂ ഒക്കെ കണ്ട് ഒരു കാപ്പ് കുടിക്കാൻ ഒന്ന് നിർത്തി. ചുറ്റും നല്ല കോട, ഒപ്പം കുറെ പ്ലാസ്റ്റിക് വേസ്റ്റും. തേയിലയുടെ പച്ചപ്പും നല്ല കോടമഞ്ഞും അതിനിടയിലൂടെ ഇരച്ചു നീങ്ങുന്ന കാറും. ഇത്ര മനോഹരമായ കാഴ്ചകളാണ് വാഗമണിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഇത്തരം സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പ്രകൃതിയുടെ മനോഹാരിത നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മളും പ്രത്യേകം ശ്രദ്ധിക്കണം. ഫാമിലിയും ഒത്ത് 2-3 ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് വാഗമൺ. ഇവിടെ എല്ലാം ഉണ്ട്. പൈൻ ഫോറസ്റ്റ്, മെഡൌസ്, ഗ്ലാസ് ബ്രിഡ്ജ്, വാഗമൺ തടാകത്തിലെ ബോട്ടിംഗ്, കുരിശുമല ആശ്രമം, ഉളുപ്പുണി ടോപ്പ് സ്റ്റേഷൻ, അതേപോലെ മറ്റു വ്യൂ പോയിന്റുകളും. അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ലൈക്ക് പാരാഗ്ലൈഡിംഗ്, ട്രക്കിംഗ്, റോക്ക് ക്ലൈംബിംഗ്, അതേപോലെ സിപ്പ് ലൈൻ എന്നിങ്ങനെ ഒരു സഞ്ചാരിക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. എല്ലാറ്റിനും അപ്പുറം ഇവിടുത്തെ കാലാവസ്ഥ. വർഷത്തിൽ 10 മുതൽ 23 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവിടുത്തെ താപനില. നമ്മളങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ റിസോർട്ടിന്റെ അടുത്തെത്താറായി. റിസോർട്ടിലോട്ട് പോകുന്ന വഴിയാണിത്. ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ വർക്ക്. നമുക്കൊരു ക്യാമറ ഫിറ്റ് ചെയ്യാനുണ്ട് ഇവിടെ. ഒരുപാട് സെലിബ്രിറ്റികളും മറ്റു പ്രമുഖരും ഒക്കെ വന്ന് താമസിക്കുന്ന വളരെ പ്രശസ്തമായ ഒരു റിസോർട്ടാണിത്. റിസോർട്ടിന്റെ പുറത്തുനിന്നുള്ള വ്യൂ തന്നെ കാണാൻ നല്ല രസമാണ്. ഗേറ്റ് അങ്ങനെ നമ്മൾ തുറന്നു, അകത്തേക്ക് കയറാം. നമ്മളിപ്പോൾ കാണുന്ന ഈ മനോഹരമായ ഏരിയ റിസോർട്ടിന്റെ കിച്ചണാണ്. റിസോർട്ടിന്റെ ചുറ്റുമുള്ള വ്യൂ ആണിത്. വളരെ മനോഹരമാണ് കാണാൻ.
ചുറ്റും തേയിലത്തോട്ടം, അതിന് നടുക്കൊരു റിസോർട്ട്. നമ്മുടെ വർക്ക് അങ്ങനെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മൾ പതിയെ യാത്ര തിരിക്കുകയാണ് എറണാകുളത്തേക്ക്. എറണാകുളത്തേക്കുള്ള ഞങ്ങളുടെ മടക്കയാത്രയിൽ ചരിത്ര പ്രസിദ്ധമായ ഭരണങ്ങാനം പള്ളിയിലെത്തി. വിശുദ്ധ അൽഫോൻസാമയുടെ കർമ്മഭൂമി എന്ന നിലയിൽ ഇന്ന് ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട അൽഫോൻസാമയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് എന്നതാണ് ഈ സ്ഥലത്തെ ഏറ്റവും പ്രധാനം. 1946 ജൂലൈ 28 അന്തരിച്ച അൽഫോൻസാമയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. അനേകം അത്ഭുതങ്ങൾക്കും പ്രാർത്ഥനകൾക്കും സാക്ഷ്യം വഹിച്ച ഈ സ്ഥലം ശരിക്കും മനസ്സിന് വല്ലാത്തൊരു സമാധാനം നൽകുന്നു. കേരളത്തിലെ ഏറ്റവും പുരാതനമായ ദേവാലയങ്ങളിൽ ഒന്നാണിത്. ഇവിടുന്ന് ലഭിച്ച ഒരു നല്ല സമാധാനവുമായാണ് ഞങ്ങൾ വീണ്ടും എറണാകുളത്തേക്ക് യാത്ര തുടർന്നത്. അപ്രത്യക്ഷമായ യാത്രകൾ എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടതാണ്. അങ്ങനെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.